അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടസ്റ്റൻസ് പകുതിയായി മാറി, 40 നിന്നും ഇപ്പോൾ 20 മാറിയിരിക്കുകയാണ് എപ്പിസോഡ് 8. അതിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച കണ്ടസ്റ്റൻസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരിൽ ഒരാളാണ് ഫോർട്ട് കൊച്ചിക്കാരൻ മരപ്പണിക്കാരനായിട്ടുള്ള രാകേഷ് വന്നപ്പോൾ തന്നെ സംസാരത്തിലൂടെയും രാകേഷിൻ്റെ ആ ഒരു മാനറിസത്തിലൂടെയും ആളുകളെല്ലാം ജഡ്ജസിനെയും എല്ലാവരെയും കയ്യിലെടുത്തിരിക്കുകയാണ്. പക്ഷേ ചില കാര്യങ്ങൾ കൈവിട്ട് പോകുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. രാകേഷിനെ കുറച്ച് ഓവർ കോൺഫിഡൻസ് വന്നിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ആക്ടിവിറ്റീസിൽ ചെയ്യുന്നതെല്ലാം നെഗറ്റീവായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാനായിട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതൽ രാകേഷിനാണ് കാണുന്നത്. ഇപ്രാവശ്യം ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയ വ്യക്തികളിൽ ബാക്കി 2 പേരും ഡേഞ്ചർ സോണിൽ പോയതുകൊണ്ട് തന്നെ അവർക്ക് ഔട്ട് ഹൗസ്, ഡേഞ്ചർ സോൺ മീൻസ് ഔട്ട് ഹൗസിൽ പോയതുകൊണ്ട് തന്നെ അവർ സേഫ് ആയതുകൊണ്ട് ആ ഒരു പെൻഡൻ തിരിച്ചു നൽകേണ്ടി വന്നു. ലാസ്റ്റ് ഇൻഫിനിറ്റി പെൻഡൻ ഉണ്ടായിരുന്ന ഒരാൾ രാകേഷാണ്. അപ്പോൾ ഒരു ടാസ്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ സേഫായിട്ടിരിക്കുന്ന ആളുകളും ഔട്ട് ഹൗസിലിരിക്കുന്ന ആളുകളും തമ്മിലുള്ളൊരു മത്സരം വേണം. ആ മത്സരത്തിൽ എങ്ങനെ സെലക്ട് ചെയ്യും, സേഫായിട്ടിരിക്കുന്നതിൽ ആര്, ഡേഞ്ചർ സോണിലിരിക്കുന്ന ആരുമായിട്ടാണ് മത്സരിക്കേണ്ടത് എന്നുള്ളൊരു ഡിസിഷൻ, അല്ലെങ്കിൽ ആരാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചുമതല ആകെ ഉണ്ടായിരുന്നൊരു വ്യക്തി രാകേഷ് ആയതുകൊണ്ട്, ഇൻഫിനിറ്റി പെൻഡുലമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് രാകേഷിനാണ് കൊടുക്കുന്നത്. രാകേഷിന് നന്നായിട്ട് കളിക്കാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നു അത്. രാകേഷ് അത് ഉപയോഗിച്ചോ എന്ന് എനിക്കറിയില്ല. കാരണം രാകേഷിന് വേണ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ രാകേഷ് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെതിരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ ആ പ്രകടനത്തിൻ്റെ ബലത്തിൽ ചിലപ്പോൾ അവർ പുറത്താക്കപ്പെടാൻ സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ രാകേഷ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 4 പേരെ ഒറ്റ അടിക്കാണ് ജഡ്ജസ് പുറത്താക്കുന്നത്. അതിൽ നമ്മളുടെ പുതുതായിട്ട് ഇപ്രാവശ്യം ജോയിൻ ചെയ്തിട്ടുള്ള വീണയും രജിത് കുമാറും അവരും അതിൽ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം, ജഡ്ജസ് എന്ന പേരിൽ ഇവരെ മുന്നിൽ നിർത്തിയിട്ട് ബിഗ് ബോസ് ടീം തന്നെയാണ് പിറകിലിരുന്ന് കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നതും കളിക്കുന്നതും, ഇവരുടെ സജഷൻസ് എടുക്കുന്നുവെന്ന് മാത്രം. കാരണം ചില സമയത്ത് അവർ ഈ ഡിസിഷൻസ് എല്ലാം ഓവർ റൈഡ് ചെയ്യുന്നുണ്ട്. ഓവർ റൈഡ് ചെയ്യുക എന്ന് പറഞ്ഞത്, ഇപ്പോൾ ഔട്ട് ഹൗസിലേക്ക് കുറേ പേര് വിടുന്നു ടാസ്കിൻ്റെ ബലത്തിൽ, അങ്ങനെ ഔട്ട് ഹൗസിൽ കുറച്ച് പേര് ഇരിക്കുന്നു, പിന്നെ സേഫായിട്ട് കുറച്ച് പേര് ഇരിക്കുന്നു. പക്ഷേ സേഫായിട്ടിരിക്കുന്നവരിൽ ഔട്ട് ഹൗസിലിരിക്കുന്നവരിനേക്കാളും വീക്കായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ വേറൊരു ടാസ്കും വേറൊരു ട്വിസ്റ്റും അവിടെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് പേരെ നമ്മളിങ്ങോട്ട് അയക്കുന്നു. അങ്ങനെ കുറേ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് ഒരു കൺട്രോളും ജഡ്ജ്മെൻറ്റും നടക്കുന്നത് ബിഗ് ബോസ് ടീം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രാകേഷിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു ഫൈനൽ ലിസ്റ്റിൽ എന്തായാലും ഈ രാകേഷ് എന്ന് പറയുന്ന വ്യക്തി, മറ്റ് അബദ്ധങ്ങൾ രാകേഷിൻ്റെ കയ്യിൽ നിന്നും വന്നില്ല, ഇതുപോലെ തന്നെ കളിച്ച് പുള്ളി കുറച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെ ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഫൈനൽ ലിസ്റ്റ് രാകേഷ് ഉണ്ടാവാം. ഒരുപക്ഷെ ബിഗ് ബോസിലേക്ക് കയറി കൂടുന്ന കോമണറുകളിൽ ഒരാൾ രാകേഷായി മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റ് ചെയ്യൂ. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും. താങ്ക് യു.